ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു എൻഡിങ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 6 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 18,109-ലും സെൻസെക്സിൽ ഏകദേശം 32 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 60,718-ലും ബാങ്ക് നിഫ്റ്റിയിൽ 31 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോടുകൂടി 38,702-ലുമായിരുന്നു ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഒരു സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫാർമ, FMCG ഈ ഒരു സെക്ടർ ആയിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഗെയിനുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മെറ്റൽ, PSU ബാങ്ക് ഈ ഒരു രണ്ട് സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈനും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 22 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും ബാക്കി 28 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമാണ് ഉള്ളത്. അഡ്വാൻസസ് ഡിക്ലൈൻസ് റേഷ്യോ ചെറിയൊരു നെഗറ്റീവ് സൈഡിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പവർ ഗ്രിഡ്, ONGC, ITC, സിപ്ല, UPL ഇവരായിരുന്നു ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിഫ്റ്റിയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ബ്രോഡർ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെയും ചെറിയൊരു ഗെയിനോട് കൂടിയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. മിഡ് ക്യാപ്പിൽ 0.43% ഗെയിനും സ്മോൾ ക്യാപ്പിൽ 0.1% ഗെയിനും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വരുമ്പോൾ ഇന്ന് രാവിലെ ഗ്ലോബൽ മാർക്കറ്റ് പ്രത്യേകിച്ചും SGX നിഫ്റ്റിക്ക് ഒരു ഗ്യാപ്പ് അപ്പ് സ്റ്റാർട്ടിനായിരുന്നു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് മാർക്കറ്റിന് ആ ഒരു ഗെയിൻ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. മുകളിലേക്ക് പോയി ആ ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ആ ഒരു ബുള്ളിഷ് ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ട് വീണ്ടും മുകളിലേക്ക് പോകാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് ഒരു വോളറ്റൈൽ ആയിട്ടുള്ളൊരു ട്രേഡിന് ശേഷം ചെറിയൊരു ബിയറിഷ് ക്യാൻഡിൽ, ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്. അപ്പോൾ ചെറിയൊരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് നിഫ്റ്റി എൻഡായിട്ടുള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിനി 18,000 എന്നുള്ളൊരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് സോൺസ് ഇപ്പോൾ നിലനിൽക്കുന്നു. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണ് എങ്കിൽ 17,800 റേഞ്ചുകളിൽ നമുക്കൊരു സപ്പോർട്ട് സോണുകൾ പിന്നെയും നിഫ്റ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ നോക്കിയാൽ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു റാലികൾക്കുള്ള സാധ്യതകളാണ് നിഫ്റ്റി വീണ്ടും കാണിച്ചു തരുന്നത്. അതുമാത്രമല്ല, നമ്മൾക്ക് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കിയാലും അതുപോലെ ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു മേജർ ഇവൻറ്റ്സ് ആയിട്ട് കാണാനില്ല. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡുകളെ ഫോളോ ചെയ്യാനാണ് ഇന്ത്യൻ മാർക്കറ്റുകളിൽ സാധ്യതകൾ ഏറെയും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡുകൾ തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിനി ഈ ഒരു റേഞ്ച് ബൗണ്ടഡ് റാലികളായതുകൊണ്ട് നിങ്ങൾ ട്രേഡുകൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഒരുപാട് ഗെയിനുകൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഫിറ്റുകൾ ഈ ഒരു റേഞ്ച് ബൗണ്ടഡ് റാലിയിൽ പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല. എന്നിരുന്നാലും നമുക്കിനി ഈ ഒരു ലെവലുകൾ ഏകദേശം 18,200-നെയൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു റാലിക്കുള്ള സാധ്യതകൾ നിഫ്റ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഇന്നൊരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി എൻഡായിട്ടുള്ളത്. എന്നാലും ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 38,200 എന്നുള്ള 38,300 റേഞ്ചിലൊരു സപ്പോർട്ട് സോണുകൾ ഉള്ളതായിട്ട് കാണുന്നു. അപ്പോൾ വരും ദിവസങ്ങളിലൊന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു റേഞ്ചിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ഈ ഒരു റേഞ്ചിലൊരു കൺസോളിഡേഷൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. ഇന്ന് 4 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 8 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇന്നൊരു ഗെയിനോടുകൂടി എൻഡായ സെക്ടറായിരുന്നു ഇവർ. എന്നിരുന്നാലും ചെറിയൊരു ബിയറിഷ് ക്യാൻഡിൽ ആണ് ഈ ഒരു ചാർട്ടിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കൺസോളിഡേഷനുള്ള സാധ്യതകളാണ് റിയാലിറ്റിയിൽ ഇപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് സോണിൻ്റെ അടുത്തൊരു കൺസോളിഡേറ്റ് ചെയ്യുന്നത് പോലെ കാണുന്നു റിയാലിറ്റി സെക്ടറിൽ. 3 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 7 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമായിരുന്നു റിയാലിറ്റിയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് റിയാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ബ്രേക്ക്ഔട്ടുകൾ നടന്നു കഴിഞ്ഞാലാണ് റാലിക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത്. ഇനി ഓട്ടോ സെക്ടറിലേക്ക് വരുമ്പോൾ 7 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 8 സ്റ്റോക്കുകൾ ഇന്ന് ഡിക്ലൈനിങ് മോഡിലുമായിരുന്നു. ഒരു ബിയറിഷ് ക്യാൻഡിൽ, ഒരു കൺസോളിഡേഷനാണ് ഈ ഒരു ചാർട്ടിലും കാണാനായിട്ടുള്ളത്. ഒരു റേഞ്ച് ബൗണ്ടഡ് റാലികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഓട്ടോ സെക്ടറിലും നിലനിൽക്കുന്നുണ്ട്. ഇനി IT സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പോസിറ്റീവ് വെൻഡിങ് IT സെക്ടറിൽ കാണാനുണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു ഹൈ റേഞ്ചിലേക്ക് പോയതിന് ശേഷം പിന്നീട് ഒരു കറക്ഷൻ നടന്നുകൊണ്ടാണ് IT സെക്ടറും എൻഡായിട്ടുള്ളത്. 6 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 4 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമായിരുന്നു ITയിൽ ഉണ്ടായിട്ടുള്ളത്. അഡ്വാൻസസ് ഡിക്ലൈൻസ് റേഷ്യോ പോസിറ്റീവാണ്. എന്നിരുന്നാലും ചാർട്ടിൽ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു റിവേഴ്സിനുള്ള സാധ്യതകൾ ചാർട്ടിൽ കാണുന്നുണ്ട്. മെറ്റൽ സെക്ടറെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ലൊരു ലോസ് അനുഭവിച്ച ഒരു സെക്ടറായിരുന്നു. നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ, ലോങ് ആയിട്ടുള്ളൊരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് മെറ്റൽ സെക്ടർ എൻഡായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടൊരു റേഞ്ച് ബൗണ്ടഡ് റാലിയാണ് മെറ്റൽ സെക്ടറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ആ ഒരു റേഞ്ചിൻ്റെ ലോയിലേക്ക് ചാർട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിലൊന്ന് കോഷ്യസ് ആയിട്ട് മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ ഈ ഒരു ലെവലുകൾ കോഷ്യസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക. ഈ ഒരു ലെവലുകൾ വരുന്ന ദിവസങ്ങളിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ ഒരു റേഞ്ചിൻ്റെ ഹയർ ലെവലിലേക്ക് റിവേഴ്സൽ പ്രതീക്ഷിക്കാം. അതല്ല ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുകയാണ് എങ്കിൽ വീണ്ടും നിങ്ങളൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകൾ തയ്യാറെടുപ്പുകൾക്കായിട്ട് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു ലെവലുകൾ ബ്രേക്ക് ആവുന്നുണ്ടോ എന്നുള്ളതൊന്ന് വാച്ച് ചെയ്യുക.
ഇന്ന് 2 സ്റ്റോക്കുകളാണ് മെറ്റൽ സെക്ടറിൽ അഡ്വാൻസസിലുണ്ടായിരുന്നത്. 13 സ്റ്റോക്കുകളും ഡിക്ലൈനിങ് മോഡിലുമായിരുന്നു മെറ്റൽ സെക്ടറിൽ നിലനിന്നത്. FMCG ഇന്നത്തെ ഒരു ടോപ്പ് പെർഫോമിംഗ് സെക്ടറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് FMCG സെക്ടർ ഇന്ന് എൻഡ് ആയത്. കഴിഞ്ഞ കുറച്ച് നാളത്തെ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് റാലിക്ക് ശേഷം ഇന്നൊരു ബ്രേക്ക്ഔട്ടുകൾ ഈ ഒരു സെക്ടർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബുള്ളിഷ് റാലികൾ തുടരാനുള്ള ഒരു സാധ്യതകൾ ഈ ഒരു സെക്ടറിൽ കാണുന്നു. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ഒരു ക്യാൻഡിൽ നിന്ന് ഏകദേശം 39,355 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ FMCGയിൽ റാലികൾ തുടരാനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. 11 സ്റ്റോക്കുകൾ ഇന്ന് FMCGയിൽ അഡ്വാൻസസിൽ നിന്നും 4 സ്റ്റോക്കുകളാണ് ആകെ ഡിക്ലൈനിങ് മോഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫാർമ സെക്ടർ ഇന്ന് നല്ലൊരു ഗെയിൻ ഈ ഒരു സെക്ടറിലും ഉണ്ടായിരുന്നു. ഒരു സപ്പോർട്ട് സോണിൻ്റെ അടുത്ത് വീണ്ടും ഒരു കുറച്ച് നാൾ നിന്നതിന് ശേഷം വീണ്ടും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, ഒരു ഹാമറിന് ശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഇന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ അഡ്വാൻസസ് ഡിക്ലൈൻസ് റേഷ്യോ നോക്കിയാലും ഒരു പോസിറ്റീവ് മൂഡിലാണ്. 16 സ്റ്റോക്കുകൾ അഡ്വാൻസസിലുണ്ടായിരുന്നു, 4 സ്റ്റോക്കുകളാണ് ആകെ ഡിക്ലൈനിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും ഒരു റാലിക്ക് തുടരാനുള്ള ഒരു സാധ്യതകൾ ഈ ഒരു സെക്ടറിൽ കാണുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ഒരു സെക്ടറിനെയും ഒന്ന് ഫോക്കസിൽ വെക്കാവുന്നതായിട്ട് കാണുന്നു. മീഡിയയെ സംബന്ധിച്ചിടത്തോളം 3 സ്റ്റോക്കുകളാണ് ആകെ അഡ്വാൻസസിൽ നിന്നത്. 6 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലേക്ക് പോയി. പയ്യെ ഒരു റിവേഴ്സലിലേക്ക് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വീണ്ടും തുടരുന്നതായിട്ടാണ് ഈ ഒരു സെക്ടറിൽ കാണുന്നത്. തീർച്ചയായിട്ടും 5 ദിവസങ്ങളിൽ ബിയറിഷ് ക്യാൻഡിൽസ് ആണ് മീഡിയ സെക്ടറിൽ കാണാനായിട്ടുള്ളത്. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഒരു പോസിറ്റീവ് മൂഡിലാണ് നിലനിൽക്കുന്നത്. US മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിലുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മിക്സഡ് ട്രെൻഡാണ് കാണാനുള്ളത്. FTSE ഇന്ന് ഒരു ബോർഡറിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് 8 പോയിൻറ്റ്സ് ഡൗണിൽ നിലനിൽക്കുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിൽ എല്ലാം തന്നെ ഒരു പോസിറ്റീവ് മൂഡിലാണ് ഇതുവരെ, ഏകദേശം എല്ലാം തന്നെ പോസിറ്റീവ് മൂഡിലാണുള്ളത്. SGX നിഫ്റ്റി 30 പോയിൻറ്റ്സ് ഗെയിനോടുകൂടി ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. ഇനി രൂപയുടെ മൂല്യത്തിൽ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ലോസ് ഉണ്ടായിട്ടുണ്ട്. 74.48 ട്രേഡ് ആയിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ ഈ ഒരു മാസം പകുതിയായി. ഈ ഒരു മാസം ഇതുവരെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5,163 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണുള്ളത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഇന്നും 12-ാം തീയതിയും ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മൂഡിലേക്ക് അവർ വന്നതായിട്ട് കാണുന്നു. 424 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് ക്യാഷ് മാർക്കറ്റിൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പാർട്ടിസിപ്പേഷൻ ആയിട്ടില്ല. എന്നാലും ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. ഇവരുടെ വരും ദിവസങ്ങളിലെ ആക്ടിവിറ്റി വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ട്രാക്ക് ചെയ്യുക. ഈ ഒരു ആക്ടിവിറ്റി ബേസ് ചെയ്താണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റും ഒരു സൈഡിലേക്ക് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരു വലിയൊരു മൂവ് ഇല്ലാതെ നിലനിൽക്കുന്നത്. ഇന്ന് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും പർച്ചേസിംഗ് മോഡിലായിരുന്നു. 851 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും ഈ ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആക്ടിവിറ്റികൾ വരും ദിവസങ്ങളിലൊന്ന് ട്രാക്ക് ചെയ്യുക. ഈ വരും ദിവസങ്ങളിൽ ഇവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നുള്ളതൊന്ന് നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് നമുക്ക് അടുത്തൊരു പ്ലാനിങ് നമുക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നതാണ്. ഇനി സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം PI ഇൻഡസ്ട്രീസ് അതുപോലെ തന്നെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റം, ഈ ഒരു 2 സ്റ്റോക്കുകൾ ഒന്ന് ട്രാക്ക് ചെയ്യുക. നല്ലൊരു വോളറ്റിലിറ്റി ഈ ഒരു സ്റ്റോക്കുകളിൽ കാണുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ പോസിബിലിറ്റികൾ വീണ്ടും ഈ ഒരു 2 സ്റ്റോക്കുകൾ നിലനിൽക്കുന്നു. ഐഷർ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്ക് ഇതുവരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടൊരു കൺസോളിഡേഷൻ മൂഡാണ്. അപ്പം വീണ്ടും ആ ഒരു ഇതുവരെ 2770 എന്നുള്ളൊരു റേഞ്ചിനടുത്തുള്ളൊരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ബ്രേക്ക് ചെയ്ത് എൻഡാകാൻ വീണ്ടും ഒരു കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് 2679-70 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണ് എങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താം. അതല്ല ഇനി നമുക്ക് 2770-74 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രം ഇനി റാലികൾ പ്രതീക്ഷിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ട്രേഡറൊക്കെ ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി ITസിൻ്റെ ചാർട്ടിലും ഇന്ന് നമുക്ക് നല്ലൊരു വോളറ്റിലിറ്റി കാണാനുണ്ടായിരുന്നു. നല്ലൊരു ഗെയിനോട് കൂടിയാണ് ഇന്ന് ITC വീണ്ടും എൻഡായിട്ടുള്ളത്. വീണ്ടും നല്ലൊരു ബുള്ളിഷ് മൂഡിലേക്ക് വരുന്നതായിട്ട് കാണുന്ന വോളിയത്തിലൊരു വർധനവുണ്ട്. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പവർ ഗ്രിഡ് ഈ ഒരു ചാർട്ടിലും ഇന്ന് നല്ലൊരു ഗെയിനോട് കൂടിയാണ് എൻഡായിട്ടുള്ളത്. നല്ലൊരു വോളറ്റിലിറ്റി ഇന്ന് ഈ ഒരു സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഒരു ചാർട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 189 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ പവർ ഗ്രിഡിനെ വീണ്ടും ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. വോളിയത്തിലും ഒരു വർധനവുകൾ വരുന്നതായിട്ട് കാണുന്നു. പിന്നെ ഫിനോലെക്സ് കേബിളിലും ഇന്ന് നല്ലൊരു ഗെയിനുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ചാർട്ടും ഒരു ബുള്ളിഷായിട്ടാണ് കാണാനുള്ളത്.
ഇനി ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഏകദേശം 555 മുകളിലേക്ക് ഒരു 557 മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ഒരു പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് സോൺ ഏകദേശം 557 557 റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് സോണിനെ ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ റാലികൾക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു റിസൾട്ടുകളും അനൗൺസ്മെൻറ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റുകളായിരിക്കണം ഈ ഒരു ചാർട്ടിൽ കാണുന്നതായിട്ട് ഉള്ളത്. ഇനി അശോക് ലേലാൻഡ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റികളിലൊക്കെ ഒരു മാനേജ്മെൻറ്റ് ചേഞ്ച് വരുന്നുണ്ട്. അവരുടെ ബിസിനസ്സിലൊക്കെ അവർ ചെറിയ ചെറിയ ചേഞ്ചുകൾ കൊണ്ടുവരാൻ പോകുന്നു. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഒരു സ്റ്റോക്കിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും റാലികൾ തുടരാനുള്ള സാധ്യതകൾ അശോക് ലേലാൻഡിൽ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്യുക. ബാറ്റ ഇന്ത്യയിലും അതേപോലെ തന്നെ നല്ലൊരു ഓൾ ടൈം ഹൈൻ്റെ അടുത്തേക്ക് ഈ ഒരു സ്റ്റോക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്കൗട്ടുകൾ വരും ദിവസങ്ങളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും ഓപ്പർച്യൂണിറ്റികൾ ഈ ഒരു സ്റ്റോക്കിലുണ്ട്. ചാർട്ടിൽ നിന്ന് ഒരു കുറച്ച് നാളത്തെയായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നല്ലൊരു ബുള്ളിഷ് മോഡിലാണ് ഈ ഒരു സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റികൾ വീണ്ടും ബാറ്റ ഇന്ത്യയിലും നിലനിൽക്കുന്നു. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഡിക്സൺ ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളം അവർ BSH ആയിട്ട് ഒരു പാർട്ണർഷിപ്പിലേക്ക് വന്നിരിക്കുന്നു. ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പാർട്ണർഷിപ്പ് എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി HCCയെ സംബന്ധിച്ചിടത്തോളം അവർ KEC ഇൻ്റർനാഷണൽ ലിമിറ്റഡുമായിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറിന് ഏകദേശം 1309 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ ചെന്നൈ മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ ഭാഗത്തു നിന്നും വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി വിപ്രോയെ സംബന്ധിച്ചിടത്തോളം അവർ കാർഗോ വൈസുമായിട്ട് ഒരു പാർട്ണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ കാർഗോ വൈസിൻ്റെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അതിൻ്റെ ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പാർട്ണർഷിപ്പ് എന്ന് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി പവർ മെക് പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഏകദേശം 725 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ NH 365A അതിൻ്റെ തെലങ്കാന സ്റ്റേറ്റിലുള്ള ഒരു കുറച്ച് ഭാഗം 4 ലൈനിങ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഓർഡറുകൾ എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് അശോക് ലേലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇലക്ട്രിക് വെഹിക്കിൾ അതുപോലെ തന്നെ മൊബിലിറ്റി ഇത് രണ്ടും ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് കമ്പനികളായിട്ട് പിരിക്കാനായിട്ട് ഗ്രൂപ്പ് കമ്പനികളായിട്ട് മാറ്റാനായിട്ട് പോകുന്നു എന്നൊരു അപ്ഡേറ്റുകൾ ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി IPO വിഭാഗത്തിലേക്ക് വരുമ്പോൾ ടാഴ്സൺ പ്രൊഡക്ട്സ് അവരുടെ ഡേ 1 ആയിരുന്നു, IPOൻ്റെ ഡേ 1 ആയിരുന്നു ഇന്ന്. ഡേ 1 തന്നെ ഏകദേശം 1.05 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷൻ നേടാൻ സാധിച്ചു. അതായത് ഫുൾ സബ്സ്ക്രിപ്ഷൻ ഡേ 1 അവർക്ക് നേടാൻ സാധിച്ചതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവർ 625 മുതൽ 662 രൂപ പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും 2 ദിവസം IPO ഓപ്പൺ ആയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ന്യൂസുകളും സ്റ്റോക്കുകളും ഒക്കെ നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.